വാർത്തകൾ തുടരുന്നു. കൊരട്ടി മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടത്തി. വ്യാപാര ഭവനിൽ നടത്തിയ പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൾ ഹമീദിനും NR വിനോദ് കുമാറിനും ജോയ് മൂത്തേടനും മെമന്റോ നൽകി യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി ജോസഫ് ആദരിച്ചു. കൊരട്ടി SHO അമൃതരംഗൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വയനാട്ടിൽ സേവനമനുഷ്ഠിച്ച ആംബുലൻസ് ഡ്രൈവർമാരെ ചടങ്ങിൽ ആദരിച്ചു. ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് മരണമടഞ്ഞ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൈമാറി. വയനാട് ദുരിതബാധിതർക്ക് സഹായിക്കുന്നതിനായി 2,22,222 രൂപ ജില്ലാ പ്രസിഡന്റിന് കൈമാറി. +2 കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിന് 30 കുട്ടികൾക്ക് വർഷം 10,000 രൂപ വീതം 3 ലക്ഷം രൂപ നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷനിൽ 30 വർഷം പൂർത്തിയാക്കിയവരും 70 വയസ്സ് കഴിഞ്ഞവരുമായ 18 പേർക്ക് പെൻഷൻ വിതരണം ചെയ്തു. കൊരട്ടി സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച PB രാജുവിനെ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി ജോസഫ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി PV ഫ്രാൻസിസ്, നിയോജകമണ്ഡലം ഭാരവാഹികളായ PP ശശിധരൻ, ജനറൽ കൺവീനർ C വിനോദ്, നിയോജകമണ്ഡലം ട്രഷറർ വർഗീസ് പൈനാടത്ത്, ജയചന്ദ്രൻ, ഡേവിസ്, MD പോൾ, യൂത്ത് പ്രസിഡന്റ് ഷിൻഡോ, വനിതാ പ്രസിഡന്റ് ലിസി ആൻഡോ, VP ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രായമുള്ള നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കള് ഏറെ സന്തോഷമുള്ള ദിവസമാണ് ഓഗസ്റ്റ് 15 ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിനും ആദ്യമേ തന്നെ നിങ്ങളെ അനുമോദിക്കുകയാണ്. കഴിഞ്ഞ ഏകദേശം 10 വർഷമായിട്ട് തോന്നുന്നു ഞാൻ പ്രസിഡന്റായിട്ട് നൽകിയ സഹായ സഹകരണങ്ങൾ അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സംഘം. അതിന്റെ പിന്നിലെല്ലാം നിങ്ങളുടെ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് പ്രത്യേക വ്യാപാരി നേതാക്കളുടെ നിയോജകമണ്ഡലത്തിലെ നേതാക്കളുണ്ട്, യൂണിറ്റിലെ നേതാക്കളുണ്ട്, വനിതാ വേദിയിലെ യൂത്ത് വേദിയിലെ നേതാക്കളുണ്ട്. വിദ്യാഭ്യാസ അവാർഡ് എല്ലാവർക്കും ആദ്യമേ തന്നെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം ആ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരാനായി ഒരുപാട് മഹാന്മാരായ നേതാക്കൾ സ്വന്തം ജീവനും ജീവിതവും ഈ നാടിനായി സമർപ്പിച്ചിട്ടുണ്ട്. അത് നിലനിർത്താനായി ഇന്നും അതിർത്തി കാക്കുന്ന ജവാന്മാർ നമ്മൾ ഉറങ്ങുമ്പോൾ അവർ ഉണർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുക. അവരുടെ ഒക്കെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ യൂണിറ്റില് വിവിധങ്ങളായ പരിപാടികളോടെ കൂടിയാണ് നിങ്ങളൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ അവാർഡ് ദാനമുണ്ട്. അതോടൊപ്പം ആദരവ് നൽകുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അതിനിടയിൽ വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നിയത് ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് നൽകിയ അവാർഡ് തുക അതെത്രയാണെന്ന് പോലും നോക്കാതെ അത് ദുരന്തമുഖത്തേക്ക് സംഭാവന ചെയ്തു എന്നുള്ളത് നമുക്ക് വലിയ അഭിമാനത്തോടു കൂടി നമുക്ക് കാണാം. മനസ്സാണ് പ്രധാനം. ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കാനുള്ള മനസ്സുണ്ടാവും. പ്രമുഖ പൊതുമേഖലാ ബാങ്കായ SBI പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു. MCLR അധിഷ്ഠിത പലിശ നിരക്കാണ് വർദ്ധിപ്പിച്ചത്. 10 ബേസിക് പോയിന്റിന്റെ വർധനയാണ് വരുത്തിയത്. പുതുക്കിയ നിരക്ക് കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്നു. ഓവർനൈറ്റ് MCLR 8.20% വർദ്ധിപ്പിച്ചത്. 1 മാസം കാലാവധിയുള്ള MCLR 8.45, 3 മാസം 8.50, 6 മാസം 8.85, 1 കൊല്ലം 8.95, 2 വർഷം 9.05, 3 വർഷം 9.10 എന്നിങ്ങനെയാണ് പുതുക്കിയ പലിശ നിരക്ക്. MCLR വർദ്ധിപ്പിച്ചതോടെ വായ്പകൾ കൂടുതൽ ചെലവേറിയതാകും. EMIയും ഉയരും. MCLR അടിസ്ഥാനപരമായി ഒരു ബാങ്കിന് വായ്പയിൽ നിന്ന് ഈടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കാണ്. ബാങ്കിന്റെ ഫണ്ട് ചെലവ്, പ്രവർത്തന ചെലവ്, നിശ്ചിത ലാഭ മാർജിൻ എന്നിവ പരിഗണിച്ചാണ് ഈ നിരക്ക് നിശ്ചയിക്കുന്നത്.
ആളൂർ പ്രസാദ വരനാഥ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൂദാസ്ലീഹായുടെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ദേവാലയ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പ്. 10 മണിക്ക് പ്രസിദ്ധേന്തി വാഴ്ച, തുടർന്ന് നടക്കുന്ന ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താരമംഗലം മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രദക്ഷിണം, ലതീഞ്ഞ്, നൊവേന എന്നിവ നടക്കും. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇടവകയിൽ നിന്നും സ്വരൂപിച്ച തുക സഹായമെത്രാന് കൈമാറും. 10,000-ഓളം പേർ ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളും എന്നാണ് പ്രതീക്ഷയെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും അധികൃതർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, ട്രസ്റ്റിമാരായ ജോസ് മാളിയക്കൽ, ബിജോഷ് മേക്കാട്ടുപറമ്പിൽ, ജോയ് വടക്കേപീടിക, ജനറൽ കൺവീനർ സാജു അരിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. മാനന്തവാടി രൂപതയുടെ സഹായമെത്രാനായിരിക്കുന്ന മാർ അലക്സ് താരമംഗലം പിതാവാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പ്രകൃതി ദുരന്തം മൂലം, ഉരുൾപൊട്ടൽ മൂലം ദുരിതമനുഭവിക്കുന്ന വയനാട് പ്രദേശത്തെ ചൂരൽമല, മുണ്ടക്കൈ അതുപോലെയുള്ള പ്രദേശങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായി തിരുനാളിൽ നിന്നും സ്വരൂപിച്ച തുക നമ്മൾ അന്നേ ദിവസം അഭിവന്യ പിതാവിന് കൈമാറുകയാണ്. കാരണം അഭിവന്യ പിതാവിൻ്റെ രൂപതയിൽപ്പെട്ട ഇടവകളാണ് ഈ ചൂരൽമല, മുണ്ടക്കൈ ഭാഗത്തുള്ളത്. അഭിവന്യ പിതാവിന് അന്നേ ദിവസം നമ്മൾ ആ തുകയും കൈമാറുന്നു. എല്ലാ കർമ്മങ്ങളിലേക്കും പരിപാടികളിലേക്കും എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 7 മണിക്ക് കുർബാന, തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പ്. 10 മണിക്ക് പ്രതിസന്ധി വായിച്ച ആഘോഷപരമായ തിരുനാൾ കുർബാന മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് കാർമ്മികത്തിൽ, തുടർന്ന് പ്രദർശനം ലഭിക്കുന്നത് വയനാട് തുടർന്ന് സംസ്ഥാനത്ത് കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളത്തും ഇടുക്കിയിലും തീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസം സംസ്ഥാന വിവിധ ജില്ലകളിൽ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ശനിയാഴ്ച പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായ മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടാണ്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ബ്ലോക്ക് പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പിക് ചാമ്പ്യന് നെടുമ്പാശ്ശേരിയിൽ വരവേൽപ്പ്. ഹോക്കി ഇതിഹാസ താരം PR ശ്രീജേഷിനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കിയത്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ഡൽഹിയിൽ നിന്നും എത്തിയ ശ്രീജേഷിനെ മന്ത്രിമാരും MLA-മാരും സ്പോർട്സ് അസോസിയേഷൻ അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ആലുവ UC കോളേജിലും ജന്മനാടായ കിഴക്കമ്പലത്തും താരത്തിന് വരവേൽപ്പ് നൽകി. സ്പോർട്സ് അസോസിയേഷനും സർക്കാരും നൽകിയ സ്വീകരണത്തിൽ സന്തോഷമുണ്ടെന്ന് ശ്രീജേഷ് പറഞ്ഞു. They are having been on that love like they does or something. ആഭിമുഖ്യത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഓഫീസ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ് അധ്യക്ഷയായിരുന്നു. കില ബ്ലോക്ക് കോർഡിനേറ്റർ VK ശ്രീധരൻ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ സിന്ധു രവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ വിജിത്ത്, PP ഇന്ദിര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീണ രവീന്ദ്രൻ, RGSA തീമാറ്റിക് എക്സ്പെർട്ട് രാധിക രാജൻ, കില റിസോഴ്സ് പേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാത്രമല്ല വീഡിയോ വീഡിയോയ്ക്കാണ് നിയമടക്കമുള്ള ആളുകളൊക്കെ തന്നെ നമുക്ക് നല്ല പിന്തുണയായിരുന്നു. അവരെയൊക്കെ തന്നെ അനുമോദിച്ചുകൊണ്ടും അവർക്കൊക്കെ ആശംസകൾ നൽകുകൊണ്ടും വ്യക്തമായ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയട്ടെ.
നമ്മൾക്ക് അഭിമാനകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് GPDP എന്ന് പറയുന്നത് കേരളം ഉയർത്തിച്ചെടുത്ത 1997 കൊൽക്കത്തയിൽ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ശനിയാഴ്ച 24 മണിക്കൂർ സമയം സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മൂക്കന്നൂർ കുളങ്ങര പാറൈക്കാട്ടിൽ പൈലോയുടെ മകൻ മാത്യു നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റോജി എം ജോൺ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകൾ മെഴി തുറന്നതോടെ മലമ്പ്രദേശങ്ങളെ രാത്രികാലങ്ങളിൽ പ്രഭാപൂരിതമാക്കി. പ്രശസ്ത കലാകാരനായ റാസി മുഹമ്മദിന്റെ ഏകാംഗ ചിത്ര പ്രദർശനം ചാലക്കുടി ചോല ആർട്ട് ഗ്യാലറിയിൽ 17 ശനിയാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓണക്കാലത്ത് വിലക്കയറ്റം തടയുക ലക്ഷ്യമിട്ട് സപ്ലൈക്ക് 120 കോടി രൂപ അനുവദിച്ചു. കൊരട്ടി മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.